കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലുകൾ രൂപപ്പെടുന്ന ഒരു സമയമാണ് അവരുടെ കാലഘട്ടം. അപ്പം ആ സമയങ്ങളിൽ വരുന്ന ഇഞ്ചുറികൾ വേണ്ടത്ര ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്തൊക്കെ സാധ്യതകൾ, അപകട സാധ്യതകൾ ഉണ്ട് എന്നുള്ളത്. നമുക്ക് ടർഫുകൾ ഒരുപാട് ലഭ്യമാണ്. അതേപോലെ തന്നെ ഈ സമ്മർ ക്യാമ്പുകൾ ഒരുപാട് ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ അക്കാഡമി ബേസിസിൽ കുട്ടികൾ ഒരുപാട് നല്ല സ്പോർട്സിന് വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ ഈ പറഞ്ഞ പോലെ വിദ്യാർത്ഥികളിൽ അല്ലെങ്കിൽ കുട്ടികളിൽ ഇഞ്ചുറീസും കൂടുതലാണ്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് റിക്കവർ ചെയ്തെടുക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 ദിവസം 4 ദിവസം കഴിഞ്ഞിട്ടും ആ ഇഞ്ചേർഡ് ആയിട്ടുള്ള ഏരിയയിൽ നീര് കുറയുന്നില്ല, ഒരു 3 ദിവസം 4 ദിവസമായിട്ട് നീരിനൊരു മാറ്റം വരുന്നില്ല, അല്ലെങ്കിൽ കൂടുന്നുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമതായിട്ട് ഈ പറഞ്ഞ പോലെ എഫക്റ്റഡ് ഏരിയ ഏതാണ്? ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ എപ്പിഫൈസിസ്, ഗ്രോത്ത് പ്ലേറ്റ്, ഇതൊക്കെ ഈ ജോയിന്റിനോട് അനുബന്ധപ്പെട്ടാണ് ഉണ്ടാവും. അപ്പൊ ഈ ജോയിന്റിൽ വന്നിട്ടുള്ള ഇഞ്ചുറി, കുട്ടി ചിലപ്പോൾ വീട്ടിൽ വന്നവരെ ഞാനൊന്ന് ഓടുന്നേരം ഇടയ്ക്ക് ഒന്ന് കൈ കുത്തി വീണുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല, അല്ലെങ്കിൽ ബോൾ വന്ന് തട്ടിയുള്ളൂ. അച്ഛൻ ആലോചിക്കുമ്പോൾ എന്താ, ബോൾ വന്ന് തട്ടിയുള്ളൂ, കൈ ഇങ്ങനെ മടങ്ങി, ബാൻഡേജ് ചെയ്താൽ മതി. പക്ഷെ അവിടേക്കാണ് ഈ പറയുന്ന എപ്പിഫൈസിൽ ഇഞ്ചുറീസ് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ജോയിന്റിലുള്ള പെയിനുകൾ, അത് റിസ്റ്റ് ആയിക്കോട്ടെ, ആംഗിൾ ആയിക്കോട്ടെ, മുട്ടായിക്കോട്ടെ, കൂടുതൽ ഇവിടെയാണ് കാണപ്പെടുന്നത്. അത് ഈ പറഞ്ഞ പോലെ 3 ദിവസം 4 ദിവസമായിട്ടും പെയിൻ കുറയുന്നു. ഇനി നാലാമതായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ഈ എഫക്റ്റഡ് ലിംബ് എന്ന് വെച്ചാൽ കൈ ആയിക്കോട്ടെ കാലായിക്കോട്ടെ, കുട്ടി അത് ഉപയോഗിക്കാതിരിക്കാം. 4 ദിവസമായിട്ട് അവൻ കാല് കുത്തുന്നില്ല, ഞൊണ്ടിയ നടക്കുന്നത്, കൈ അവനെ ഉപയോഗിക്കുന്നില്ല, ആ കൈ കൊണ്ട് വെയിറ്റ് എടുക്കുന്നില്ല. ഈ 3 ലക്ഷണങ്ങളും ഈ 3-4 ദിവസമായിട്ടും കുട്ടി മാറ്റുന്നില്ല, അല്ലെങ്കിൽ കൂടി വരികയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറെ കണ്ടിട്ട് ആ ഭാഗം ഇമ്മൊബിലൈസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അതിനോടൊപ്പം തന്നെ ഒരു പ്ലാസ്റ്റർ ഇട്ടു അല്ലെങ്കിൽ ഇമ്മൊബിലൈസ് ചെയ്തു എന്ന് വെച്ചിട്ട് എല്ലാം കഴിഞ്ഞില്ല. നേരത്തെ പറഞ്ഞതുപോലെ ആ കുട്ടി ഒരു അത്ലറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ റീകവറി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ റീകവറിയും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ആ കുട്ടിയെ സ്പോർട്സിലേക്ക് ഇറക്കാൻ പാടും. ഈ 3-4 കാര്യങ്ങൾ പാരന്റ്സും കൂടെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കുട്ടികളുടെ ഭാവിയും ബാധിക്കില്ല. തീർച്ചയായിട്ടും.